everyone, welcome back to my channel. ഇന്ന് നമ്മൾ ഒരു ലിപ് ഗ്ലോസ് ലിപ് ബാം റിവ്യൂ ആണ്. എൻ്റെ മോസ്റ്റ് സൂപ്പർ ഫോമുലയുള്ള അല്ലെങ്കിൽ നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ലിപ് ഗ്ലോസ് ലിപ് ബാമിൻ്റെ റിവ്യൂ ആണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വന്ന് ഈ സമ്മർ ഫ്രൈഡേയ്സിൻ്റെ ലിപ് ബാമാണ്. ഇതെന്ന് പറയുമ്പോൾ ഭയങ്കര നല്ലൊരു ഹൈഡ്രേറ്റിംഗ് നല്ല മണമുള്ളൊരു, ഇതിൻ്റെ ഫ്ലേവർ ഐസ്ഡ് കോഫിയാണ്. സെയിം ഐസ്ഡ് കോഫിയുടെ മണമാണ്. അപ്പം ഞാൻ ഇതിൻ്റെ സ്വാഷ് കാണിച്ചു തരാം. ഇത് ഓപ്പൺ ചെയ്യുമ്പം പാക്കേജിങ് വന്ന് ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേറ്ററാണ്. ചെറിയൊരു വാം ന്യൂഡ് ഷെയ്ഡാണ് ഈ ഒരു ലിപ് ബാം എന്ന് പറയുമ്പോൾ. ഇങ്ങനെ ഇരിക്കും. ഭയങ്കര ഒരു ഗ്ലോസി ഫിനിഷ് വരുന്നൊരു ലിപ് ബാമാണ്. കുറച്ചുകൂടെ ക്ലോസപ്പ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നെക്സ്റ്റ് വന്നിട്ട് വിക്ടോറിയ സീക്രട്ടിൻ്റെ ലിപ് ഗ്ലോസ് ആണ്. ഇതിൻ്റെ ഒരു റേഞ്ച് പറയുമ്പോൾ ക്യാൻഡി ബേബി എന്ന് പറഞ്ഞൊരു റേഞ്ചിൽ ലിപ് ഗ്ലോസസ് ആണ്. ഒരു പിങ്ക് നല്ലൊരു ഭയങ്കര ഗ്ലോസിയാണ്. കൂടുതലും ലിപ് ബാമിനെക്കാളും ഗ്ലോസ് ആയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഞാൻ അതിൻ്റെ സ്വാഷിങ് കാണിച്ചു തരാം. അപ്പോൾ ഇത് തുറക്കുമ്പോൾ നോർമൽ ഇങ്ങനത്തെ ഒരു ലിപ് ബാമിൻ്റെ തന്നെ പാക്കേജിങ് ആണ്. ഇതൊരു പിങ്ക് കളർ ഗ്ലോസ് ആണ്. മറ്റ് സമ്മർ ഫ്രൈഡേയ്സ് ആയിരുന്നു, അത് പിങ്ക് അല്ല, ഒരു വാം ന്യൂഡാണ്. ഇതൊരു പിങ്ക് ഗ്ലോസ് ആണ്. നെക്സ്റ്റ് വന്നിട്ട് ജിസോ എന്നുള്ളൊരു ബ്രാൻഡിൻ്റെ ലിപ് ഓയിലാണ്. ലിപ് ഓയിൽ ലിപ് ബാമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. കാരണം സെയിം എനിക്കൊരു വ്യത്യാസം അങ്ങനെ തോന്നാറില്ല. നല്ല ഹൈഡ്രേഷൻ തരും രണ്ടും. എനിക്ക് തോന്നുന്നു ലിപ് ഓയിൽ കുറച്ചും കൂടെ ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. അപ്പം അങ്ങനത്തെ ഒരു ഭയങ്കര ഹാർഡ് ടക്കിൻ ഫീലിംഗ് ഒന്നുമില്ല. ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഫിനിഷ് കിട്ടും ലിപ് ഓയിൽ. ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഈ ജിസോയുടെ ലിപ് ഓയിലാണ്. ഇതിൻ്റെ പാക്കേജിങ് വന്ന് നല്ലൊരു ഇങ്ങനത്തെ ഒരു വോണ്ട് വന്നൊരു പാക്കേജിങ് ആണ്. ഇതൊരു ചെറി ഷെയ്ഡാണ്. ഇതിൻ്റെ വാഷ് ഇങ്ങനെ ആയിരിക്കും. ചെറിയൊരു ഭയങ്കര റെഡല്ല, നല്ലൊരു ചെറിയൊരു ഗ്ലോസ് ഫിനിഷ് വരുന്ന ഷെയ്ഡാണ്. നല്ല ഒരു കമ്പനിയാണ് ജിസോ. നെക്സ്റ്റ് വന്ന് ഡിയോർ ലിപ് ആ കമ്പനിയുടെ ലിപ് ബാമാണ്. ഇതിൻ്റെ പേര് ലിപ് ഗ്ലോ എന്നാണ്. ഇതൊരു നല്ല പിങ്ക് പാക്കേജിങ് ആണ്. അതിൻ്റെ കൂടെ ഇതിൻ്റെ ഷെയ്ഡ് വന്ന് ഒരു ന്യൂഡ് ബ്രൗൺ ഷെയ്ഡാണ്. ഇങ്ങനെയാണ്. ഒത്തിരി കളർ പേ ഓഫ് ഇല്ല, ചെറിയൊരു കളറേ കിട്ടത്തുള്ളൂ, പക്ഷെ നല്ല ഹൈഡ്രേഷൻ ആയിരിക്കും. ഇതിൻ്റെ ഷെയ്ഡ് റോസ് വുഡ് എന്നാണ്. ശരിക്കും റോസ് വുഡ് ആ ഒരു ഷെയ്ഡ് റേഞ്ചായിട്ട് വരും. ഇതിൻ്റെ കളർ പേ ഓഫ് ഇത്രയേ ഉള്ളൂ, പക്ഷെ നല്ലൊരു ബാമി ഫീലായിരിക്കും. ഭയങ്കര ഓവർ കളറും അല്ല. അങ്ങനത്തെ ഉള്ളവർക്ക് ഇതായിരിക്കും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ലിപ് ബാം. അടുത്ത വന്ന് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ലനേജിൻ്റെ കമ്പനിയുടെ ലിപ് ബാമാണ്. ഇതൊരു പിങ്ക് ലിപ് ബാം ആയിരിക്കും. ഇതൊരു ഗ്ലോയി ലിപ് ബാമാണ്. പക്ഷെ ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും, ഒത്തിരി നേരം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇതിൻ്റെ ഷെയ്ഡ് വന്ന് കുറച്ചും കൂടെ ഒരു ഡാർക്കർ പിങ്ക് ഷെയ്ഡാണ്. ഇതും ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഞാൻ. അടുത്ത് വന്നിട്ട് നിക്സിൻ്റെ ഒരു ലിപ് ഓയിലാണ്. ഇതിൻ്റെ പേര് ഫാറ്റ് ഓയിൽ സ്റ്റിക്ക് ക്ലിക്കാണ്. ഒരു സ്റ്റിക്കിലാണ് കൂടുതലും ലിപ് ബാം വന്നിരിക്കുന്നത്. നമ്മൾ കുറച്ചിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് ഇങ്ങനെ പുറത്തോട്ടാകുമ്പോഴേ അതിൻ്റെ ലിപ് ബാം വരത്തുള്ളൂ. ഇതൊരു ന്യൂഡ് ഷെയ്ഡ് തന്നെയാണ്, പക്ഷേ ഇത് ഭയങ്കര ഭംഗിയാണ്. നല്ല കളർ പേ ഓഫ് ഉണ്ടായതുകൊണ്ട് നല്ലൊരു ന്യൂഡായിട്ട് നമ്മളെ ലിപ്സിൽ ഇടാൻ പറ്റും. അപ്പോൾ ഈ ലിപ് ബാംസ് എല്ലാം കൂടുതലും ഞാൻ ഇടാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാതെ ഇടാൻ പറ്റും. കൂടുതലും നമ്മളൊരു ലിപ് ലൈനർ ഉപയോഗിച്ചിട്ട് ലൈൻ ചെയ്യുക. അതിന് ശേഷം നടുക്ക് ലിപ് ബാം വെച്ച് ഫില്ല് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ലിപ് ബാമിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയായിരുന്നു ആ ഷെയ്ഡ്സ്. ഞാൻ എല്ലാ ഷെയ്ഡിൻ്റെയും കറക്റ്റ് നെയിമും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ലിപ് ബാമാണ്. അപ്പം നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ.